വാർത്തകൾ. കാശ്മീരിൽ വൻ ഭീകരാക്രമണം. കുറേയധികം പട്ടാളക്കാർക്കും ജനങ്ങൾക്കും അതീവ പരിക്ക്. അതോടൊപ്പം കുറേയധികം ജനങ്ങൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ അല്ല ചേരുന്നുണ്ട്. ഹലോ അല്ല, കേൾക്കുന്നുണ്ടോ? ഹലോ സ്വപ്ന, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? സ്വപ്ന, വളരെ വേദനാജനകമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളക്കാരുടെ അപ്രതീക്ഷിതമായ വെടിവെയ്പ്പാണ് ഇതിന് കാരണമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപാട് മലയാളി പട്ടാളക്കാർ ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത. ഏകദേശം 4ഓളം പട്ടാളക്കാർ വീരമൃത്യു വരിച്ചു എന്നും നമുക്ക് ഇപ്പോൾ വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കടന്നുപോകാം. നമുക്ക് നിരവധി ആളുകളാണ് ഇപ്പോൾ പരിഗണിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ച ആളുകളുടെ എണ്ണം നമുക്ക് എത്രത്തോളം എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. പലരും തിരിച്ചറിയാത്ത രീതിയിലാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 100ലധികം ആളുകൾ മരിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കാഷ്വാലിറ്റി പരിശോധന മൂലം ആളുകളെ മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദി ഡോക്ടർ. സ്വപ്ന, വളരെ വേദനാജനകമായ കാഴ്ചയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. മലയാളികൾ പട്ടാളക്കാർ മരിച്ചത് കുറെ കൂടെ കാലിലേക്ക് പോകുന്ന കേൾക്കുന്നത്. ഞാനും ഇതിനെ കുറിച്ച് കേട്ടായിരുന്നു. നമ്മുടെ തെക്കേക്കരയിലെ വർഗീസ് മാപ്പിളയില്ലേ, ബ്ലേഡ് വർക്കി മിലിറ്ററിയിലോ അവന്റെ ഈ വീരാക്രമണത്തിന്റെ കാലോ കയ്യോ പോയതൊക്കെ പറഞ്ഞ് നാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കറിയായിരുന്നോ കല്ലേച്ചിരി പൊങ്കച്ചൊക്കെ വലിയ മിലിറ്ററിക്കാരും പറഞ്ഞവനോ അവനെ കഴിഞ്ഞോടെ ടി വി വന്നപ്പോ മിലിറ്ററി ചോദിച്ചു. അവൻ എന്തൊരു ഉണ്ടായിരുന്നു. നോക്കിയിരുന്നാ മതി, കിട്ടും കുറെ. അത് മാത്രമൊന്നും അല്ലെന്നേ, ഇപ്പൊ ക്ലബിലെ അവർക്ക് വീൽ ചെയറും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. ഫ്രീ ആയിട്ടല്ല കേട്ടത്. അതുപോലെ മാസം മാസം പെൻഷൻ കിട്ടും, മിലിറ്ററി കോട്ടയും കിട്ടും. ജീവിതമല്ലേ ഇവന്മാർക്കൊക്കെ. അത് മാത്രമല്ലെന്നേ, ഇപ്പൊ ഇവർക്കെല്ലാം മേഖലകളിൽ ജോലിയും കിട്ടുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. നിങ്ങളെ പോലെ സംഘാടകർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. എന്നെ പോലെയുള്ള പട്ടാളക്കാർ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ സമാധാനപൂർവ്വം ജീവിക്കുന്നത്. സഹായിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ദിനരാത്രങ്ങൾ ഇവരും ആഘോഷിക്കണ്ടേ? ഈ
പലവിധമാണ്. പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം, നാം എല്ലാം മനുഷ്യരാണ്, നാം ഒന്നാണ്. അകന്നു നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് നിരാശ പ്രത്യാശയാക്കി അപമാനങ്ങൾ അഭിമാനമായി വരുത്താം.